നമസ്കാരം, ഏവർക്കും സർക്കിൾ ലൈവ് ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആക്സിഡന്റ് ആൻഡ് ട്രോമ കെയർ വിഭാഗം ഹയാത്ത് ഹോസ്പിറ്റൽ ചാവക്കാട് താലൂക്ക് മോട്ടോർ വാഹന കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചവർ വഞ്ചിക്കപ്പെട്ടതായി ചാവക്കാട് പോലീസിൽ പരാതി. തിരുവത്ര ചീനിച്ചുവട് മടപ്പേൻ വീട്ടിൽ അയൂബ്, കേരന്തകത്ത് വീട്ടിൽ റുമൈല എന്നിവരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഈ സ്ഥാപനം 2 മാസമായി പൂട്ടിക്കിടക്കുകയാണെന്നും ആയിരക്കണക്കിന് പേരാണ് സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിട്ടുള്ളതെന്നും പരാതിക്കാർ പറഞ്ഞു. ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് ചാവക്കാട് മുതുവട്ടൂരിൽ വേത്തുംകാവ് ഭാഗികമായി തകർന്നു. മുതുവട്ടൂർ ചിറ്റാലക്കൽ ഭഗവതി ക്ഷേത്രത്തിന് കീഴിലുള്ള വേത്തുംകാവാണ് തകർന്നത്. കൂടാതെ 3 ഇലക്ട്രിക് പോസ്റ്റുകളും പരിസരത്ത് സ്ഥാപിച്ച CCTV ക്യാമറകളും തകർന്നു. വെളിയങ്കോട് അയ്യോട്ടിച്ചിറയ്ക്ക് സമീപം ലോറിക്ക് പിറകിൽ കാറിടിച്ച് അപകടം. 3 പേർക്ക് പരിക്ക്. കാർ യാത്രികരും തിരുവത്ര സ്വദേശികളുമായ മുഹമ്മദ് അഫ്സൽ, മുഹമ്മദ് അസ്ലം, ടോറസ് ലോറിയിൽ ഉണ്ടായിരുന്ന സുരേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 11:30 അപകടം. കുന്നംകുളം പഴുന്നാനയിൽ ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ. പന്നിത്തടം സ്വദേശി പുഴുങ്ങരയില്ലത്ത് വീട്ടിൽ ഫയാസ്, പഴുന്നാന സ്വദേശി മണപ്പാട്ട് പറമ്പിൽ വീട്ടിൽ ഷാഫി എന്നിവരെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം പഴുന്നാന റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫിദമോൾ ബസിലെ ഡ്രൈവർ ലിബീഷിനെയാണ് ഇരുവരും ചേർന്ന് മർദ്ദിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജൂലൈ മാസത്തെ ഭണ്ഡാരമെണ്ണൽ പൂർത്തിയായി. 4,72,69,284 രൂപയും 2 കിലോ 133 ഗ്രാം 500 മില്ലിഗ്രാം സ്വർണവും ലഭിച്ചു. 10 കിലോ 340 ഗ്രാമാണ് വെള്ളി. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2000 രൂപയുടെ 15ഉം നിരോധിച്ച 1000 രൂപയുടെ 5ഉം 500ന്റെ 48ഉം കറൻസികൾ ഭണ്ഡാരത്തിൽ നിന്ന് ലഭിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്മരണാഞ്ജലി അർപ്പിച്ചു. അനുസ്മരണ സദസ്സ് മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയുടെ തകർച്ചയിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ നിന്നും വിവിധ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന ഒരു വിഭാഗം ബസ് തൊഴിലാളികൾ പണിമുടക്ക് സമരം നടത്തി. പണിമുടക്കിന്റെ ഭാഗമായി ചൂണ്ടലിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കേച്ചേരിയിൽ സമാപിച്ചു. കടപ്പുറം മണത്തല മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. സംഘം പ്രസിഡന്റ് KM അലി അധ്യക്ഷത വഹിച്ചു. 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും 2024-25 വർഷത്തെ ബഡ്ജറ്റും യോഗം അംഗീകരിച്ചു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ നവീകരിച്ച ഭാരത ക്രൈസ്തവ ചരിത്ര മ്യൂസിയം സന്ദർശകർക്കായി തുറന്നുകൊടുത്തു. നവീകരിച്ച മ്യൂസിയത്തിന്റെ ആശീർവാദവും ഉദ്ഘാടനവും തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനവിനെതിരെ DYFI ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി ഉദ്ഘാടനം ചെയ്തു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷനായി. ചാവക്കാട് ശ്രീപൊന്ന അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭദ്രകാളിക്ക് ദേശഗുരുതിയും പൂമൂടലും നടന്നു. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വത്തിൽ ഗുരുതി തർപ്പണം നടന്നു. കളമ്പാട്ട് കലാകാരൻ അടാട്ട് പീതാംബരൻ ആൻഡ് പാർട്ടിയുടെ കാർമ്മികത്വത്തിൽ ഭഗവതി കളവും ഉണ്ടായി. ഗജവീരന്മാരുടെ അകമ്പടിയിൽ പാലയൂർ ഫെസ്റ്റ് ആഘോഷമായി. ചാവക്കാട് സെന്ററിൽ നിന്ന് യൂത്ത് ഓഫ് പാലയൂരിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട ഘോഷയാത്രയ്ക്ക് പുതുപ്പള്ളി കേശവൻ ഉൾപ്പെടെ 5 ആനകളായിരുന്നു അകമ്പടിയായത്. ഒപ്പം ബാൻഡ് വാദ്യവും ഉണ്ടായി. SSF മന്നലാംകുന്ന് സെക്ടർ സാഹിത്യോത്സവ് സമാപിച്ചു. അണ്ടത്തോട് തങ്ങൾപടിയിൽ നടന്ന പരിപാടിയിൽ അകലാട് മഹല്ല് യൂണിറ്റ് കലാകിരീടം നേടി. അണ്ടത്തോട് മഹല്ല് യൂണിറ്റ് ഓവറോൾ നേടി. ഡിവിഷൻ സെക്രട്ടറി നിസാമുദ്ദീൻ സഖാഫി സമാപനം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഹെഡ്ലൈൻസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.